മക്കളെ നമസ്കാരം. നമുക്ക് അടുത്തതായിട്ട് പ്രപ്പോസിഷൻ 5.2.7 നോക്കാം. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് നമുക്ക് ഈ തിയറത്തിലെല്ലാം പറയുന്നത്. ഈ സെക്ഷനിൽ ടി മൈനസ് ലാംഡ ഈസ് സർജക്റ്റീവ്, ദെൻ ടി മൈനസ് ലാംഡ ഈസ് ഇൻജക്റ്റീവ്. അതാണ് അതിനകത്ത് ആദ്യത്തെ റിസൾട്ട്. അതായത് ഈ ടി ലാംഡ ഈക്വൽ ടു ടി മൈനസ് ലാംഡ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അത് കണ്ടിന്യൂസ് ഓപ്പറേറ്ററാണ്. കോമ്പാക്റ്റ് ആവണമെന്നില്ല. കാരണം ടി കോമ്പാക്റ്റ് ആയി എന്ന് വിചാരിച്ച് ടി മൈനസ് ലാംഡ കോമ്പാക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ടി മൈനസ് ലാംഡ സർജക്റ്റീവ് ആണെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ രണ്ട് റിസൾട്ടുകളാണ് ഉള്ളത്. ഫസ്റ്റ് റിസൾട്ട് ഈസ് അബൌട്ട് ടി മൈനസ് ലാംഡ ആൻഡ് സെക്കൻഡ് റിസൾട്ട് ഈസ് അബൌട്ട് ഇറ്റ്സ് ഡ്യുവൽ ഓപ്പറേറ്റർ. അതായത് ആദ്യത്തെ റിസൾട്ട് പറയുന്നത് ടി മൈനസ് ലാംഡ സർജക്റ്റീവ്, അതായത് അതിൻ്റെ ഇമേജും കോഡോമൈനും ഈക്വൽ ആണെങ്കിൽ, ഇവിടെ ടി മൈനസ് ലാംഡ ഫ്രം എക്സ് ടു എക്സ് ആണ്. സോ ഇമേജ് ഈക്വൽ ടു കോഡോമൈൻ മീൻസ് ഡെൽ ലാംഡ ഈക്വൽ ടു എക്സ് ഇംപ്ലൈസ് ടി ലാംഡ ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ. അതായത് സർജക്റ്റീവ് ഇംപ്ലൈസ് ഇൻജക്റ്റീവ് പ്രൂവ് ചെയ്യുന്നു. അതിന് രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത് അതിൻ്റെ ഡ്യുവൽ ഓപ്പറേറ്ററിൻ്റെ കാര്യമാണ്. ഡ്യുവൽ ഓപ്പറേറ്ററിൻ്റെ ഇമേജും കോഡോമൈനും സെയിം ആവുക എന്നാണ് പറയുന്നത്. ഇവിടെ എക്സ് സ്റ്റാറിൽ നിന്ന് എക്സ് സ്റ്റാറിലേക്കായിരിക്കും ഡ്യുവൽ ഓപ്പറേറ്റർ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇമേജാണ്, ഇമേജിൻ്റെ നൊട്ടേഷനാണ് ഡെൽ ലാംഡ ബാർ സ്റ്റാർ എന്ന് പറയുന്നത്. എങ്കിൽ അതിൻ്റെ ഡ്യുവൽ ഓപ്പറേറ്റർ ഇൻജക്റ്റീവ് ആയിരിക്കും. അതിനർത്ഥം ഡ്യുവൽ ഓപ്പറേറ്ററിൻ്റെ കേർണൽ സിംഗിൾട്ടൺ സീറോ. ഡ്യുവൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടി മൈനസ് ലാംഡ ഹോൾ സ്റ്റാർ ആണ്. ടി മൈനസ് ലാംഡ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞ അർത്ഥം ടി സ്റ്റാർ മൈനസ് ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ ആയിരിക്കും, ഓർ സിംപ്ലി ടി ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആ പ്രൂഫിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ആദ്യത് സപ്പോസ് ചെയ്യുന്നു കണ്ടീഷൻ 1, വി സപ്പോസ് ദാറ്റ് ഓപ്പറേറ്റർ ഈസ് സർജക്റ്റീവ്. ദാറ്റ് മീൻസ് ടി മൈനസ് ലാംഡ ഈസ് സർജക്റ്റീവ് മീൻസ് ഇറ്റ്സ് ഇമേജ് ഈക്വൽ ടു എക്സ്. ദാറ്റ് മീൻസ് ഡെൽ ലാംഡ ഈക്വൽ ടു എക്സ്. വാട്ട് ഈസ് വി ഹാവ് ടു പ്രൂവ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ലാംഡ ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ. അതായത് ഇൻജക്റ്റീവ് പ്രൂവ് ചെയ്യുന്നതിന് കേർണൽ സിംഗിൾട്ടൺ സീറോ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇഫ് പോസിബിൾ ലെറ്റ് ദാറ്റ് കേർണൽ നോട്ട് ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ. അതിനർത്ഥം അതിനകത്ത് ഒരു നോൺ സീറോ പോയിൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈസ് എ നോൺ സീറോ പോയിൻ്റ് ഇൻ ടി ലാംഡ മീൻസ് ടി ലാംഡ ഓഫ് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഡെൽ ലാംഡ ഈക്വൽ ടു ഇമേജ് ടി ലാംഡ ഈക്വൽ ടു എക്സ് ആണ്. അത് സർജക്റ്റീവ് ആണ്. അപ്പോൾ എക്സ് നോട്ട് ഓൾറെഡി ക്യാപിറ്റൽ എക്സിലെ മെമ്പർ കൂടിയാണ്. അപ്പോൾ അതിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് നോട്ടിന് പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ആ പ്രീ ഇമേജിന് നമ്മൾ x1 എന്ന് പേര് കൊടുക്കും. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് x1 എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് x1 ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, ഇനി ഇതുപോലെ x1ഉം ക്യാപിറ്റൽ എക്സിലെ എലമെൻ്റാണ്, സർജക്റ്റീവ് ആണ് മാപ്പ്, അതിന് പ്രീ ഇമേജ് ഉണ്ടാവും. അതിന് നമ്മൾ x2 എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടി ലാംഡ സ്ക്വയർ ഓഫ് x2ൻ്റെ വില എന്താണെന്ന് നോക്കാം. ടി ലാംഡ സ്ക്വയർ ഓഫ് x2 ഈക്വൽ ടു ടി ലാംഡ ഓഫ് x2, ദാറ്റ് ഈസ് ടി ലാംഡ ഓഫ് x1 ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, അപ്പോൾ ഇനി ടി ലാംഡ സ്ക്വയർ ഓഫ് x1ൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടി ലാംഡ ഓഫ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അതായത് ടി ലാംഡ സ്ക്വയർ ഓഫ് x1ൻ്റെ വില സീറോയും ടി ലാംഡ സ്ക്വയർ ഓഫ് x2ൻ്റെ വില നോട്ട് ഈക്വൽ ടു സീറോയുമാണ്. കാരണം എക്സ് നോട്ടാണ്, എക്സ് നോട്ട് സീറോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ലാംഡ റൈസ് ടു കെ ഓഫ് എക്സ് കെ മൈനസ് 1 തൊട്ട് താഴെയുള്ള കേസ് എടുക്കുമ്പോൾ സീറോ കിട്ടുകയും ഈക്വൽ കേസിന് സീറോ അല്ലാതെ വരികയും ചെയ്യും. ഓക്കെ, നൗ വി കൺസിഡർ എ സെറ്റ് എൻ കെ ഈസ് ദ കേർണൽ ഓഫ് ടി ലാംഡ റൈസ് ടു കെ. അതിൻ്റെ കേത്ത് കോമ്പോസിഷൻ്റെ കേർണലിനെയാണ് എൻ കെ എന്ന് വിളിക്കുന്നത് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൻ കെ ഈസ് എ സബ്സ്പേസ് ഓഫ് എൻ കെ പ്ലസ് 1. പക്ഷേ കേർണൽ ഇവിടെ ക്ലോസ് സബ്സ്പേസ് ആയിരിക്കും. ബിക്കോസ് കണ്ടിന്യൂസ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ സീറോ മസ്റ്റ് ബി ക്ലോസ്ഡ്. സോ എൻ കെ ക്ലോസ്ഡ് ആയിരിക്കും, എൻ കെ പ്ലസ് 1ഉം ക്ലോസ്ഡ് ആയിരിക്കും. വി നീഡ് ടു പ്രൂവ് എൻ കെ ഈസ് എ പ്രോപ്പർ ക്ലോസ് സബ്സ്പേസ് ഓഫ് എൻ കെ പ്ലസ് 1. ആദ്യം നമ്മൾ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഫോർ ദാറ്റ് വി ടേക്ക് ആൻ എക്സ് എലമെൻറ്റ് ഓഫ് എൻ കെ. ബൈ ദാറ്റ് എൻ കെ മീൻസ് വാട്ട്? കേർണൽ ഓഫ് ടി ലാംഡ റൈസ് ടു കെ. ദെർഫോർ ടി ലാംഡ റൈസ് ടു കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. Now we have to prove what? X is a member of nk plus 1. അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ കേർണലിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ടി ലാംഡ റൈസ് ടു കെ പ്ലസ് 1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടണം. അത് നമ്മൾ കൺസിഡർ ചെയ്തു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ടി ലാംഡ റൈസ് ടു കെ ഓഫ് എക്സ്. ബട്ട് ടി ലാംഡ റൈസ് ടു കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് സീറോ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. കാരണം ടി ലാംഡ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. സീറോ മാപ്സ് ഇൻ ടു സീറോ. ഓക്കെ, therefore we get x is a member of nk plus 1. ഇവിടെ ദിസ് ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. എക്സ് എലമെൻറ്റ് ഓഫ് എൻ കെ പ്ലസ് 1. ദെർഫോർ എക്സ് എൻ കെയിലുണ്ടെങ്കിൽ എൻ കെ പ്ലസ് 1ലുണ്ട്. ദാറ്റ് മീൻസ് എൻ കെ ഈസ് എ സബ്സ്പേസ് ഓഫ് എൻ കെ പ്ലസ് 1. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രോപ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ കെയിൽ ഒരു എലമെൻറ്റെങ്കിലും അഡീഷണൽ വേണമെന്നാണ്. നമുക്കറിയാം എക്സ് കെ എന്ന് പറയുന്ന മെമ്പർ ടി ലാംഡ റൈസ് ടു കെ പ്ലസ് 1 ഓഫ് എക്സ് കെ ഈക്വൽ ടു എന്തായിരിക്കും? തൊട്ട് താഴെയുള്ളതായതുകൊണ്ട് വാല്യൂ സീറോ ആയിരിക്കും.
ഇനി സെയിം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ സെയിം വാല്യൂ നോട്ട് ഈക്വൽ ടു 0 മീൻസ് എക്സ് കെ നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എൻ കെ ബട്ട് എക്സ് കെ ഈസ് എ മെമ്പർ ഓഫ് എൻ കെ പ്ലസ് 1. ദർഫോർ എൻ കെ പ്ലസ് 1 ഒരു അഡീഷണൽ എലമെൻറ്റെങ്കിലും ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എൻ കെ ഈസ് എ പ്രോപ്പർ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എൻ കെ എന്ന് കിട്ടും. ഇനി റേസ് ലെമ്മ പറയുന്നത് ഇങ്ങനെ പ്രോപ്പർ ക്ലോസ്ഡ് സബ്സ്പേസ് ആണെങ്കിൽ ഹയർ സ്പേസിലുള്ള 1 ഓം ഉള്ള ഒരു സീക്വൻസ് വൈ കെ പ്ലസ് ഒരു എലമെൻ്റ് ഉണ്ടാവും. ആ എലമെൻറ്റും പ്രോപ്പർ ക്ലോസ് സബ്സ്പേസ് എന്നുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. അപ്പോൾ വൈ കെ പ്ലസ് 1 എന്ന് പറയുന്ന എലമെൻറ്റ് എൻ കെ പ്ലസ് 1 and its norm should be 1 and the distance of yk plus 1 with nk should be greater than or equal to 2. Note that distance of yn with nk greater than or equal to 1/2 for every k less than n ആണ് വേണ്ടത്. അവിടെ ഒരു എറർ ആണ്, കാരണം ഇവിടെ yk plus 1 വിത്ത് എൻ കെയുടെ ഡിസ്റ്റൻസ് ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. അതായത് വൈ കെയുടെ സഫിക്സ് ആയിരിക്കണം കൂടുതൽ. അപ്പോൾ ഇവിടെ വൈ എന്നിൽ എൻ ആയിരിക്കണം കെയേക്കാൾ വലുത്. അപ്പോൾ ഇവിടെ കെ ഗ്രേറ്റർ ദാൻ എൻ അല്ല എഴുതേണ്ടത്, ഫോർ എവരി കെ ലെസ് ദാൻ എൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ ഇനി അടുത്തപ്പോൾ ഒരു വൈ കെ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കോൺട്രഡിക്ഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശരിക്കും ടി കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്, വൈ കെ ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ ടി വൈ കെ എന്ന് പറയുന്നതിന് ഒരു കോഷി സബ് സീക്വൻസ് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്താലും മതിയായിരിക്കും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ലെറ്റ് കെ ഗ്രേറ്റർ ദാൻ എൻ ആൻഡ് ടേക്ക് സെഡ് ഈക്വൽ ടു, ഇതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. കെ ഗ്രേറ്റർ ദാൻ എൻ ആൻഡ് ടേക്ക് സെഡ് ഈക്വൽ ടു വൈ എൻ മൈനസ് t lambda of yk by lambda plus t lambda of yn by lambda. Now consider t lambda raised to k minus 1 of z equal to, just substitute ചെയ്യുക. അവിടെ ഇപ്പോൾ k minus 1, ഇപ്പോൾ k ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ എന്നിൻ്റെ ഏറ്റവും ഹയർ പോസിബിലിറ്റി എന്ന് പറയുന്നത് k minus 1 ആയിരിക്കും. പക്ഷേ t lambda of k minus 1 of yk minus 1 ആണെങ്കിൽ പോലും ആ വാല്യൂ 0 ആയിരിക്കും. കാരണം വൈ കെയുടെ കൺസ്ട്രക്ഷൻ പ്രകാരം വൈ കെ എലമെൻറ്റ് ഓഫ് വൈ കെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് എൻ കെ പ്ലസ് 1 ആണെങ്കിൽ വൈ കെ മൈനസ് 1 എലമെൻറ്റ് ഓഫ് എൻ കെ മൈനസ് 1 ആയിരിക്കും. അത് കേണലിലുള്ളത് കൊണ്ട് ആ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലാണെങ്കിൽ കെയും ഈക്വൽ ആവുന്ന കേസിലും 0 വരും. തേർഡ് കേസിലാണെങ്കിൽ കെ ഗ്രേറ്റർ ദാൻ എൻ ആയതുകൊണ്ട് തേർഡ് കേസും 0. അപ്പോൾ 3 ടേമുകളും 0 ആവുന്നു. ദോർഫോർ ടി ലാംഡ റൈസ് ടു കെ മൈനസ് 1 ഓഫ് സെഡ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് സെഡ് ഈസ് എ മെമ്പർ ഓഫ് എൻ കെ മൈനസ് 1. ഓക്കെ, ഇനി നമുക്ക് ടി വൈ കെക്ക് കോഷി സബ്സീക്വൻസ് ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു നോം ഓഫ് ടി വൈ കെ മൈനസ് ടി ലാംഡ വൈ എൻ, ടി വൈ കെ മൈനസ് ടി വൈ എൻ എടുക്കുന്നു. ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ലാംഡ വൈ കെ ആൻഡ് ലാംഡ വൈ എൻ നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യുന്നു. ദെൻ ഒരു റീ അറേഞ്ച്മെൻറ്റ് നടത്തുന്ന അടുത്ത സ്റ്റെപ്പിൽ ടി ലാംഡ വൈ കെ പ്ലസ് ലാംഡ വൈ കെ മൈനസ് ടി ലാംഡ വൈ എൻ മൈനസ് ലാംഡ വൈ എൻ എന്ന് കിട്ടുന്നു. അല്ല, ലാംഡ വൈ കെ പുറത്തെടുത്ത് മറ്റുള്ള ടേമുകൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ലാംഡ വൈ കെ മൈനസ് ലാംഡ വൈ എൻ മൈനസ് ടി ലാംഡ വൈ കെ പ്ലസ് ടി ലാംഡ വൈ എൻ. ഇനി ലാംഡ ഓവറോൾ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മോഡ് ലാംഡ ഇൻറ്റു നമുക്ക് കിട്ടുക വൈ കെ മൈനസ് വൈ എൻ മൈനസ് ടി ലാംഡ വൈ കെ ബൈ ലാംഡ പ്ലസ് ടി ലാംഡ വൈ എൻ ബൈ ലാംഡ എന്നുള്ള രൂപത്തിലേക്ക് വരും. അതായത് സെഡ് എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദോർഫോർ വി ഗെറ്റ് മോഡ് ലാംഡ ഇൻറ്റു നോം വൈ കെ മൈനസ് സെഡ്. പക്ഷേ സെഡ് എന്ന് പറയുന്നത് എൻ കെ മൈനസ് 1 ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വൈ കെ വിത്ത് എൻ കെ മൈനസ് 1 ഡിസ്റ്റൻസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണെന്ന് അറിയാം. അതായത് ഇൻഫിമം വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഇൻഫിമത്തേക്കാൾ എല്ലായ്പ്പോഴും ഓരോ പോയിൻറ്റും കൂടുതലായിരിക്കും. സെഡ് എലമെൻറ്റ് ഓഫ് എൻ കെ മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് വൈ കെ മൈനസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ദാറ്റ്. ദോർഫോർ വി ഗെറ്റ് mod lambda into norm yk minus z is greater than or equal to mod lambda into infimum of that. ഓക്കെ, പക്ഷേ ആ ഇൻഫിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് വൈ കെ വിത്ത് എൻ കെ മൈനസ് 1 ആയിരിക്കും. പക്ഷേ ഇവിടെ കെയുടെ വാല്യൂ കെ മൈനസ് 1 കൂടുതലായതുകൊണ്ട് ദാറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കാൻ പറ്റും ഡിസ്റ്റൻസിൻ്റെ കേസിൽ. ദോർഫോർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു 1/2 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ എവരി കെ ഗ്രേറ്റർ ദാൻ എൻ ആണ് കിട്ടി. അതിനർത്ഥം ഒരു പർട്ടിക്കുലർ ടേമിന് ശേഷം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ കോഷി സബ്സീക്വൻസ് വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. ദോർഫോർ ടി വൈ കെ ഹാസ് നോ കൺവേർജൻ സബ്സീക്വൻസ് അല്ലെങ്കിൽ കോഷി സബ്സീക്വൻസ് എന്ന് പറയാം, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദി ഡെഫിനിഷൻ ഓഫ് ദി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ടി എന്ന് കിട്ടുന്നു. ഹെൻസ് നമ്മൾ എന്തോ എടുത്തുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായത്? നമ്മളിവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇൻജക്റ്റീവ് അല്ല, ടി ലാംഡ സിംഗിൾ 0 അല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ദോർഫോർ ടി ലാംഡ മസ്റ്റ് ബി ഈക്വൽ ടു 0. സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഫസ്റ്റ് പാർട്ടിൽ ടിക്ക് പകരം ടി സ്റ്റാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് ഓവർ. അപ്പോൾ ജസ്റ്റ് റീപ്ലേസ് ടി ബൈ ടി സ്റ്റാർ ഇൻ ദി അബോവ് റിസൾട്ട്, ഇറ്റ് വിൽ ക്ലിയർ. ഓക്കെ, താങ്ക് യു.